നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പിൻ്റെ ദിവസമാണിന്ന്. പക്ഷെ ഇപ്പോഴും ട്രാൻസ്ഫർ ജാലകത്തിൽ നല്ല ചടുല നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അവസാന ദിവസങ്ങളിലേക്ക് ട്രാൻസ്ഫർ ജാലകം അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കാമല്ലോ. ഇത് ട്വിസ്റ്റൊന്നുമല്ല, പ്രതീക്ഷിച്ച് തന്നെയാണ്. ബാഴ്സലോണയുടെ താരം ഇതാ റയൽ സോസിഡാഡിലേക്ക് എത്തുന്നു. ഫുൾ വെർബൽ എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു. അതായത് ഹെക്ടർ ഫോർട്ട് ബാഴ്സലോണയിൽ നിന്ന് റയൽ സോസിഡാഡിലേക്ക്. ഇത് കൺഫേം ചെയ്തുകൊണ്ട് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോയ സീസണിലും ഹെക്ടർ ഫോർട്ട് ലോണിൽ എൽച്ചയിലാണ് കളിച്ചിരുന്നത്. അതിനുശേഷം ബാഴ്സയിൽ മടങ്ങിയെത്തിയ താരപിത ഈ സീസണിൽ ലോണിലല്ല, പെർമനൻ്റ് ട്രാൻസ്ഫറിൽ പോകുന്നു. റയൽ സോസിഡാഡ് റീച്ച്ഡ് ഫുൾ വെർബൽ എഗ്രിമെൻറ്റ് വിത്ത് ബാഴ്സലോണ ഫോർ ഹെക്ടർ ഫോർട്ട്, ഹിയർ വി ഗോ എന്ന് ഫബ്രിസിയോ റൊമാനോ ഒക്കെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. 8 മില്യൺ യൂറോ ആണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ഫീ ആയിട്ട് ബാഴ്സലോണ കിട്ടുക. പ്ലസ് 50% സെൽ ഓൺ ക്ലോസ് ആൻഡ് ബൈബാക്ക് ക്ലോസ്, അറൗണ്ട് 20 മില്യൺ യൂറോ ഫോർ ബാഴ്സ ടു മെയിൻറ്റെയിൻ ഫ്യൂച്ചർ കൺട്രോൾ ഓൺ ദി പ്ലെയർ. ഇതാണ് ഈ ഒരു ഡീല്. ഇപ്പോൾ 8 മില്യൺ യൂറോ ആയിരിക്കും ലഭിക്കുക. താരത്തെ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ 50% ബാഴ്സലോണക്ക് ലഭിക്കുന്ന 50% സെല്ലോൺ ക്ലോസ് ഉണ്ട്. അതുപോലെ ബാഴ്സയ്ക്ക് വേണമെങ്കിൽ താരത്തെ തിരികെ വാങ്ങാം. അതിന് വേണ്ടിയിട്ട് ബൈബാക്ക് ക്ലോസ് ഉണ്ടാവും 20 മില്യൺ യൂറോയുടെ. അപ്പോൾ ഈ രൂപത്തിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. ഏതായാലും ഹെക്ടർ ഫോർട്ട് ഇപ്പോൾ റയൽ സോസിഡാഡിനോട് യെസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ടേക്ക് നീങ്ങുന്നു. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുവതാരങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൂടി അവർ വിൽക്കുകയാണ്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരത്തിന് 20 വയസ്സാണ് പ്രായമുള്ളത്. ബാഴ്സലോണയുടെ ബി ടീമിലൂടെ വളർന്നു വന്ന താരം 2023 മുതൽ സീനിയർ ടീമിൻ്റെ ഭാഗമായിരുന്നു. സ്പെയിനിൻ്റെ അണ്ടർ-16, അണ്ടർ-17, അണ്ടർ-19, അണ്ടർ-20 ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ളയാളാണ്. അദ്ദേഹം ഇതാ റയൽ സോസിഡാഡിലേക്ക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.